നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തുകയാണ്. കളഭാഭിഷേകം വഴിപാട് നടത്തും. കളഭം ആടിയ ശേഷം ക്ഷേത്രപ്രദക്ഷിണം കഴിഞ്ഞ് മേൽശാന്തി ഓഫീസിലേക്ക് പോകും. നെയ്യഭിഷേകവും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മടക്കം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കിയ ശേഷമുള്ള സന്നിധാനത്തേക്ക് എത്തുന്ന ദിലീപിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് രാവിലെയാണ് നടൻ ദിലീപ് സന്നിധാനത്തെത്തുന്നത്. കളഭാഭിഷേകം വഴിപാട് നടത്തിയതിനു ശേഷം ക്ഷേത്രപ്രദക്ഷിണം കഴിഞ്ഞ് മേൽശാന്തി ഓഫീസിലേക്ക് അദ്ദേഹം പോകും. നെയ്യഭിഷേകം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ദിലീപിന്റെ സന്നിധാനത്തു നിന്നുള്ള തിരിച്ചുള്ള മടക്കം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ദിലീപിന്റെ സന്ദർശനം, ക്ഷേത്ര സന്ദർശനം എങ്ങനെയായി? വിവരങ്ങൾ. ഇപ്പോൾ പൂർത്തിയായത്. ക്ഷേത്ര പ്രദർശനം ദിലീപ് ഒപ്പം നടത്തി. മേൽശാന്തിയുടെയും തന്ത്രിയുടെയും നേതൃത്വത്തിലാണ് കളഭാഭിഷേക ചടങ്ങ് നടത്തുന്നത്. അതിനോടനുബന്ധിച്ചുള്ള പ്രദർശനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പ്രദർശനം പൂർത്തിയാക്കി ഇപ്പോൾ ശ്രീകോവിലിന് സമീപത്തേക്ക് പോയി. ഇനി കളഭം ആടുന്ന ചടങ്ങാണ് ഉള്ളത്, അതിനും അദ്ദേഹം ഉണ്ടാകും. പിന്നീട് അതിനുശേഷം മേൽശാന്തിയുടെ ഓഫീസിലേക്കായിരിക്കും അദ്ദേഹം പോകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ഉച്ചപൂജയുടെ ദർശനവും കൂടി പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം മല ഇറങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കളഭാഭിഷേകത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ഈ കളഭാഭിഷേക ചടങ്ങ് അദ്ദേഹം വഴിപാടായി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങ് നടത്തുന്നുണ്ട്. രാവിലെ 9:30 നടൻ ദിലീപ് സന്നിധാനത്തേക്ക് എത്തിയത്. സ്റ്റാഫ് ഗേറ്റ് വഴിയാണ് അദ്ദേഹം സന്നിധാനത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം മേൽശാന്തിയും തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദിലീപിന് അമിതമായിട്ടുള്ള കൂടുതൽ ഈ പരിഗണന അല്ലെങ്കിൽ കൂടുതൽ ദേവസ്വം ബോർഡിനെ മറ്റും സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ പോലീസും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂടുതൽ സെക്യൂരിറ്റി കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രദ്ധയും പുലർത്തിയിരുന്നു. പിന്നീട് മേൽശാന്തിയുടെ റൂമിലെത്തി മേൽശാന്തിയും തന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ കളഭാഭിഷേക ചടങ്ങിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നത്. ഈ കളഭാഭിഷേക ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കളഭം ആടുന്ന ചടങ്ങ്, അതിനുശേഷം ഉച്ചപൂജയുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷം അദ്ദേഹം മലയിറങ്ങും എന്നുള്ള കാര്യമാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും രാവിലെ 9:30 എത്തി. അതിനുശേഷം അദ്ദേഹം സന്നിധാനത്ത് തുടർന്നു. അദ്ദേഹത്തിന്റെ ഏതാനും അടുത്ത സുഹൃത്തുക്കളും മറ്റുമാണ് അദ്ദേഹത്തോടൊപ്പം മല കയറുന്നതിന് വേണ്ടി ഇന്ന് സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിരുന്നു. അതിന്റെ ബാക്കി എന്നോണമാണ്, തുടർച്ച എന്നോണമാണ് ഇന്ന് സന്നിധാനത്ത് എത്തി ദർശനം നടത്തിയത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം അദ്ദേഹം ശബരിമലയിലേക്ക് ആദ്യമായി എത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇന്നത്തെ ക്ഷേത്ര ദർശനത്തിന് ഉള്ളത്. അതിനിടയിലാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ പരിപാടികളിൽ നിന്നും ദിലീപ് സ്വയം മാറി, വിവാദങ്ങളെ തുടർന്ന് സ്വയം മാറി എന്നടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം ശബരിമല സന്നിധാനത്തേക്ക് ഇപ്പോൾ എത്തി ദർശനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രത്യേക വഴിപാടുകൾ, കളഭാഭിഷേകം, നെയ്യഭിഷേകം അടക്കമുള്ള വഴിപാടുകൾ അദ്ദേഹം നടത്തുന്നു. അതിന്റെ കളഭാഭിഷേക ചടങ്ങുകളാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമൽ. ശരി, നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തുകയാണ്. കളഭാഭിഷേകം വഴിപാടായി നടത്തും. കളഭമാടിയ ശേഷം ക്ഷേത്രദർശനം കഴിഞ്ഞ് മേൽശാന്തി ഓഫീസിലേക്ക് പോകും. നെയ്യഭിഷേകവും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷം അദ്ദേഹം മടങ്ങും. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.